ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറാസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് കിളിമാനൂരാണ്. കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് മടവൂർ പള്ളിക്കൽ റൂട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു 200-300 മീറ്റർ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഗുരുദേവ ITI എന്ന് പറഞ്ഞൊരു ബോർഡ് കാണും. അവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ ആദ്യം കാണുന്ന ലെഫ്റ്റിലൂടെയുള്ള റോഡ്, അതിലെയാണ് നമുക്ക് പോകാനുള്ളത്. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അവിടെ ചെറിയൊരു തട്ടുകടയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളോട് പറയാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ തട്ടുകടയിലേക്കാണ് ഞാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. അപ്പോഴാണ് ഇത് നമ്മുടെ വീടിൻ്റെ ഇത്ര അടുത്താണ് ഈ ഒരു തട്ടുകട ഉള്ളതെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു 12:30 ആയി ഉച്ചയ്ക്ക്. അപ്പോൾ ഇവിടെ കട അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്പർ എടുത്ത് പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു പൊതുച്ചോറിൻ്റെ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് കട അടച്ചിട്ടിരിക്കുന്നത്. ഇനി വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കട ഓപ്പൺ ആകുന്നതെന്ന് പറഞ്ഞു. പോയിട്ട് വൈകുന്നേരം 6 മണിക്ക് തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനോട് കുറച്ച് നേരം സംസാരിക്കണം, അദ്ദേഹത്തിന് കടയിൽ നിന്ന് ഫുഡ് കഴിക്കണം. ഇവിടെ കൂടുതലും പാഴ്സലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അകത്ത് കയറിയിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ കുറവാണ്. ആളുകൾ കുറച്ച് പേര് പുറത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, കുറച്ച് പേര് പാഴ്സൽ വാങ്ങാൻ വേണ്ടി വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഒരുവിധം അത്യാവശ്യം തിരക്കുണ്ടെന്ന് തന്നെ പറയാം. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ തട്ടുകടയുടെ ഉൾഭാഗം. ചെറിയൊരു കട, അദ്ദേഹം വരച്ച പെയിൻറ്റിങ്ങും പിന്നെ അദ്ദേഹത്തിൻ്റെ മോനും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടിയാണ് ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കോമഡി ഉത്സവം പോലെയുള്ള വലിയ വലിയ ഷോകളിലൂടെ ഒക്കെ വന്ന് തൻ്റെ കഴിവ് തെളിയിച്ച വലിയൊരു ആർട്ടിസ്റ്റാണ് നിൽക്കുന്നത്. ഒട്ടുമിക്ക മലയാളികൾക്കും ഇദ്ദേഹത്തെ പരിചയമുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എല്ലാ സമയത്തും പ്രോഗ്രാമും കാര്യങ്ങളൊന്നും കാണില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ ഒരു ജോലി ചെയ്യുന്നത്. എന്താണെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്, അത് തന്നെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും വൈഫുമാണ് കടയിൽ അദ്ദേഹത്തിനെ സഹായിക്കാനൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിനോട് ഒരുപാട് സമയം സംസാരിക്കാൻ ഒന്നിനും സമയം കിട്ടിയില്ല, അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് അധികം സംസാരിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും കിളിമാനൂർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു തട്ടുകടയിലേക്കൊന്ന് വരണം, അദ്ദേഹത്തിന് അതൊരു വലിയ സഹായമാകും. ഇദ്ദേഹത്തിൻ്റെ വൈഫും അമ്മയും മോനും ഒക്കെയാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ ഈ ഒരു കടയിലുള്ളത് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിൽ ഫുഡ് കഴിക്കുകയും ചെയ്യാം, വലിയ പൈസ ആകുന്നുമില്ല. അപ്പം ഈവനിങ് ഒക്കെ ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടത്തേക്ക് ഇറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കുറഞ്ഞ പൈസ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാം. ഈ ഒരു കടയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെയുള്ള വയലും പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിളിമാനൂർ പാലസ്. പാലസിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ പോയിരുന്നു, പക്ഷേ അവിടെ ആൾതാമസമുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.